ലക്ഷ്മീസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ അവിയലാണ്. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെറുപ്പം തൊട്ടേ അമ്മ ഉണ്ടാക്കി നല്ല ടേസ്റ്റും അതുപോലെ തന്നെ അമ്മയ്ക്ക് എല്ലാവരുടെയും നിന്ന് കോംപ്ലിമെൻറ്റ്സ് കിട്ടാറുള്ള ആ അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇവിടെ ഞാൻ ചേന, ഏത്തക്കായ അതുപോലെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രോസൺ ചേനയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ക്യൂബ്സ് ആയതിനാൽ എനിക്ക് നീളത്തിൽ അരിയാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ വേണ്ടത് ചേനയാണ്. പിന്നീട് വേണ്ടത് ഏത്തക്കായ. 2 ഏത്തക്കായ നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുരിങ്ങക്കായ 3 എണ്ണം നന്നായിട്ട് നീളത്തിൽ മുറിച്ചിട്ട് 2ആയിട്ട് പകുത്തത്. ഇവിടെ ഞാൻ കത്രിക്ക 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നീളത്തിലരിഞ്ഞു. അതുപോലെ തന്നെ 6 അച്ചിങ്ങ പയർ, പിന്നെ കുമ്പളങ്ങ, ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, അതുപോലെ പടവലങ്ങ നീളത്തിലരിഞ്ഞത്. എല്ലാം ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഞാൻ ഈ അവിയലിനകത്ത് പച്ചമുളക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നല്ല എരിവുള്ളതിനാൽ 5 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് വേണ്ടത് ജീരകമാണ്. 1.5 ടീസ്പൂൺ ജീരകം. ഉപ്പ് ആവശ്യത്തിന്. കറിവേപ്പില ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ എത്ര കറിവേപ്പില വേണമെങ്കിലും ഇടാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. പുളി ഏകദേശം വലിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കണം. അതിനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ പുളി അനുസരിച്ച് വേണം നമ്മൾ അവിയലിനകത്തോട്ട് ചേർക്കാൻ. നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയായിരിക്കും. നിങ്ങളുടെ പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങൾ ആവശ്യത്തിന് ചേർക്കുവാൻ. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ആദ്യമായിട്ട് കുറച്ച് തേങ്ങ, അതിനോടൊപ്പം തന്നെ ജീരകവും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അരച്ചെടുക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ ചേർക്കാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മയുടെ അവിയലിനകത്ത് അതൊന്നും നമ്മൾ ചേർക്കാറില്ല. ഇത് കോട്ടയം സ്റ്റൈലുള്ള അവിയലാണ്. പിന്നെ നിങ്ങളുടെ സ്വാദനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഈ അരയ്ക്കുന്നതിനകത്ത് കറി ലീസ് ഇട്ടാൽ നല്ല ടേസ്റ്റ് കൂടും. ഞാനിവിടെ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തേങ്ങ വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുപ്പത്ത് ഒരു പാത്രം വെച്ച ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ വെക്കുന്നതാണ് ടേസ്റ്റ് ഏറ്റവും കൂട്ടുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഓയിൽ കിടന്ന് ഒന്ന് മൂക്കണം. അപ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ അതിലോട്ട് ഇറങ്ങും. ഇതിലേക്ക് നമുക്ക് നമ്മളുടെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ചേന, അതുപോലെ തന്നെ നേന്ത്രക്ക, മുരിങ്ങക്ക എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇടുന്നത്. പക്ഷെ നിങ്ങൾ പച്ച ചേന ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം ചേന മാത്രം ഒന്ന് വഴറ്റിയ ശേഷം ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കേണ്ടി വരും. കാരണം നാട്ടിലെ ചേനയ്ക്ക് നല്ല വേവുണ്ടല്ലോ. ഇവിടെ ഞാൻ ഫ്രോസൺ ചേന ആയതിനാൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഓയിലിൽ കിടന്ന് ഇച്ചിരി വഴണ്ട ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് പയ്യെ മിക്സ് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം ഉപ്പും ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് പയ്യെ മിക്സ് ചെയ്തെടുക്കണം. ഉരുളിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് ടേസ്റ്റ് കൂടുക. പക്ഷേ എൻ്റെ കയ്യിൽ ഉരുളി ഇല്ലാത്തതിനാൽ ഞാൻ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ വെജിറ്റബിൾസിലെ വെള്ളം മാത്രം ഇറങ്ങിയിട്ട് വേണം ആ സ്റ്റീമിൽ കിടന്നിട്ട് വേണം നമ്മളുടെ അവിയൽ വെന്ത് റെഡിയാവുവാൻ.
ഇപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം പയ്യെ, അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഈ വെജിറ്റബിൾ ചിലപ്പം അടിക്കൊക്കെ പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പം നമ്മൾക്ക് തുറന്ന് നോക്കാം വെജിറ്റബിളൊക്കെ ആയോ എന്ന് നോക്കണം. ഇതിനകത്ത് ഏറ്റവും വേവ് കൂടിയത്, ഇപ്പോൾ എൻ്റെ ചേന ഫ്രോസൺ ആയതുകൊണ്ട് ഏറ്റവും വേവ് കൂടിയത് നമ്മളുടെ ക്യാരറ്റും അതുപോലെ നേന്ത്രക്കായുമാണ്. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തോന്ന്. അപ്പോൾ നമ്മളുടെ നേന്ത്രക്ക അഥവാ ഏത്തക്ക നമുക്കൊന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോ എന്ന്. നോക്കൂ, നന്നായിട്ട് പൊട്ടിയൊക്കെ വരുന്നുണ്ട്, അതായിട്ടുണ്ട്. ക്യാരറ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ക്യാരറ്റും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളി ചേർക്കാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം പുളി ചേർക്കുവാൻ. ഇവിടെ ഞാനിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം പുളി ഒഴിക്കുകയാണ്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിന്നീട് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് കുറവാണെങ്കിൽ ഉപ്പ് കൂടി കുറച്ചുകൂടെ ചേർക്കാം. ഇനി കുറച്ചുകൂടെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വച്ചിരുന്ന തേങ്ങ കൂടി ചേർക്കാം. ഈ തേങ്ങയ്ക്കകത്ത് പച്ചമുളകും ജീരകവും ഒക്കെ നമ്മൾ ചേർത്തിരുന്നു. ഇനി നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി വിതറി കൊടുക്കാം. ഇതിനി നമുക്ക് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതിപ്പം കുറച്ച് നേരമായിട്ട് ആവി കയറിയിട്ടുണ്ട് തേങ്ങയ്ക്കകത്ത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ നല്ല പയ്യനെ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാനായിട്ട്. ഈ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് നല്ല പയ്യെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ചായിട്ട് അവിയലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാത്രത്തോട് തന്നെ എടുത്ത് ഒന്ന് കുടഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ കൂടുതൽ അവിയൽ ഉണ്ടാക്കുന്നതിനാൽ വളരെ പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള ഉപ്പും പുളിയും കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി പുളി ഇവിടെ ചേർക്കുകയാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ഉപ്പും പുളിയൊക്കെ കൂടുതൽ കുറവും ചേർക്കുവാൻ. ഇപ്പോൾ നിങ്ങൾ പുളിക്ക് പകരം തൈര് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ അവിയൽ ഉണ്ടാക്കാൻ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് പുളിക്ക് പകരം നമ്മൾക്ക് തൈര് ചേർക്കാവുന്നതാണ്. കട്ട തൈര്, അധികം പുളി ഇല്ലാത്ത തൈരാണ് ചേർക്കേണ്ടത്. ഇതിപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മളുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ നമുക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ അവിയലിന് നല്ലൊരു രുചി കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം. ഇപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അവിയൽ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ പരുവമായിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ അവിയൽ ഓണത്തിന് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും എൻ്റെ ബൈ. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ സ്ക്രീനിന് താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കിയ ശേഷം ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.